അപ്പോൾ തത്പുരുഷ സമാസത്തിലെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കർമ്മധാരയ സമാസം. കർമ്മധാരയ സമാസം. അപ്പം കർമ്മധാരയ സമാസത്തിൽ സാധാരണയായിട്ട് ആയ എന്ന ശബ്ദം ചേർന്ന് വരുന്നു. ആയ എന്ന ശബ്ദം ചേർന്ന് വരുന്നതാണ് കർമ്മധാരയ സമാസം. അപ്പം നീലാകാശം എന്ന വാക്ക്, നീലാകാശം എന്ന വാക്ക് നമ്മൾ വിഗ്രഹിക്കുന്നത് നീലയായ ആകാശം എന്നാണ്. നീലാകാശം, നീലയായ ആകാശം എന്നാണ് നമ്മൾ വിഗ്രഹിക്കുന്നത്. അതുപോലെ ധീരവനിത എന്ന വേറൊരു വാക്ക് വിഗ്രഹിക്കാം നമുക്ക്. ധീരവനിത, ധീരയായ വനിത. ധീരയായ വനിത. അപ്പോൾ ആയ എന്ന ശബ്ദം ചേർന്ന് വരുന്നത് കർമ്മധാരയ സമാസം. അപ്പം തത്പുരുഷ സമാസം നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞ സമാസമാണ് കർമ്മധാരയ സമാസം. ഇതിൽ ആയ എന്ന ശബ്ദം ചേർന്ന് വരുന്നു. നീലാകാശം, നീലയായ ആകാശം, ധീരവനിത, ധീരയായ വനിത. അടുത്തത് ബഹുബ്രീഹി സമാസം. ബഹുബ്രീഹി സമാസം. അപ്പം ബഹുബ്രീഹി സമാസത്തിന് പ്രത്യേകത എന്ന് പറയുന്നത് ഘടകപദങ്ങൾക്കല്ലാതെ വേറൊരു പദത്തിന് പ്രാധാന്യം വരുന്നതാണ് ബഹുബ്രീഹി എന്ന് പറയുന്ന സമാസം. അപ്പോൾ കാർവർണ്ണൻ എന്ന് പറയുന്നൊരു വാക്ക് നോക്കാം. കാർവർണ്ണൻ. അപ്പോൾ ഇതിനെ നമ്മൾ വിഗ്രഹിക്കുന്നത് കാറിൻ്റെ വർണ്ണമുള്ളവൻ ആരോ അവൻ എന്നാണ്. കാറിൻ്റെ വർണ്ണമുള്ളവൻ ആരോ അവൻ. ഇപ്പോൾ കാർവർണ്ണൻ എന്ന പദം നമ്മൾ വിഗ്രഹിക്കുന്നത് കാറിൻ്റെ വർണ്ണമുള്ളവൻ ആരോ അവൻ എന്നാണ്. അപ്പോൾ ഇതിൽ കാറിൻ്റെ വർണ്ണമുള്ളവൻ ഈ ഘടകപദങ്ങളിലൊന്നും ഇതിൻ്റെ അർത്ഥം നിൽക്കാതെ അതിൻ്റെ അർത്ഥം ചെന്ന് ചേരുന്നത് ശ്രീകൃഷ്ണൻ എന്ന പദത്തിലാണ്. ശ്രീകൃഷ്ണൻ എന്ന അർത്ഥമാണ് കാറിൻ്റെ വർണ്ണമുള്ളവൻ ആരോ അവൻ എന്ന പദം വിഗ്രഹിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പം ഘടകപദങ്ങളിൽ അർത്ഥം പൂർണ്ണമാവാതെ അത് വിഗ്രഹിക്കുമ്പോൾ ഘടകപദങ്ങൾക്കല്ലാതെ മറ്റൊരു പദത്തിന് പ്രാധാന്യം വരുന്നതാണ് ബഹുബ്രീഹി സമാസം. ഇപ്പോൾ കാറിൻ്റെ വർണ്ണമുള്ളവൻ ആരോ അവൻ എന്നിങ്ങനെ വിഗ്രഹിച്ചാൽ ഈ ഘടകപദങ്ങളിൽ അർത്ഥം ഈ ഘടകപദങ്ങൾക്കല്ലാതെ ശ്രീകൃഷ്ണൻ എന്ന പദത്തിനാണ് ഇവിടെ പ്രാധാന്യം വരുന്നത്. വേറൊരു പദത്തിൻ്റെ അർത്ഥമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സമാസമാണ് ബഹുബ്രീഹി എന്ന് പറയുന്ന സമാസം. അപ്പോൾ വേറൊരു ഉദാഹരണം നോക്കിയാൽ പീതാംബരൻ. പീതാംബരൻ വിഗ്രഹിക്കുന്നത് പീതമായ അമ്പരത്തോട് കൂടിയവൻ ആരോ അവൻ. പീതമായ അമ്പരത്തോട് കൂടിയവൻ ആരോ അവൻ. അപ്പോൾ ഇതും നമുക്ക് ആരോ അവൻ, പീതമായ അമ്പരത്തോട് കൂടിയവൻ ആരോ അവൻ എന്ന് നമ്മൾ വിഗ്രഹിച്ചാൽ നമുക്ക് കിട്ടുന്ന അർത്ഥം ഈ ഘടകപദങ്ങളിൽ നിൽക്കാതെ അർത്ഥം ചെന്ന് ചേരുന്നത് ശ്രീകൃഷ്ണൻ എന്ന വേറൊരു പദത്തിലാണ്. അതുപോലെ നമ്മൾ ഇപ്പം മാൻകണ്ണി എന്നൊരു പദം, മാൻകണ്ണി എന്ന് പറഞ്ഞാൽ നമ്മളത് വിഗ്രഹിക്കുന്നത് മാനിൻ്റെ കണ്ണുപോലെയുള്ള കണ്ണുകൾ ഉള്ളവൾ ആരോ അവൾ എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം സുന്ദരി എന്നൊരർത്ഥം നമുക്ക് കിട്ടുന്നു. മാൻകണ്ണി നമ്മൾ വിഗ്രഹിക്കുന്നത് മാനിൻ്റെ കണ്ണോട് കൂടിയവൾ ആരോ അവൾ, മാനിൻ്റെ കണ്ണുപോലെയുള്ള കണ്ണുകൾ ഉള്ളവൾ ആരോ അവൾ എന്നിങ്ങനെ വിഗ്രഹിക്കാം. ആരോ അവൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം കണ്ണ് എന്നതിലൊന്നും നിൽക്കാതെ അതിൻ്റെ അർത്ഥം സുന്ദരി എന്ന വേറൊരു
പദത്തിലാണ് ചെന്ന് ചേരുന്നത്. അപ്പം ബഹുവ്രീഹി സമാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഘടപദങ്ങളിലെ അർത്ഥം പൂർണ്ണമാകാതെ അർത്ഥം ചെന്ന് വേറൊരു പദത്തിൽ ചെന്ന് ചേരുന്ന സമാസമാണ് ബഹുവ്രീഹി. ഘടപദങ്ങൾക്കല്ലാതെ വേറൊരു പദത്തിന് പ്രാധാന്യം കിട്ടുന്ന സമാസമാണ് ബഹുവ്രീഹി സമാസം. കാർവർണ്ണൻ, കാറിൻ്റെ വർണ്ണമുള്ളവൻ, ആരോ അവൻ എന്ന ഘടകപദ എന്നിങ്ങനെ വിഗ്രഹിക്കുമ്പോൾ ഘടകപദങ്ങളിൽ നിന്ന് അർത്ഥം ചെന്ന് ചേരുന്നത് ശ്രീകൃഷ്ണൻ എന്ന വേറൊരു പദത്തിലാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന സമാസം ദ്വന്ദ്വ സമാസം. ദ്വന്ദ്വ സമാസം. ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ രണ്ട്. അപ്പം വിഗ്രഹിക്കുമ്പോൾ പൂർവോത്തര പദങ്ങൾക്ക് തുല്യ പ്രാധാന്യം വരുന്ന സമാസമാണ് ദ്വന്ദ്വ സമാസം. അപ്പോൾ വിഗ്രഹിക്കുമ്പോൾ ഘടകപദങ്ങൾ പൂർവ്വപദവും ഉത്തരപദവും ഉണ്ട്. പൂർവ്വപദം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദം, ഉത്തരപദം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പദം. അപ്പോൾ രണ്ട് പദങ്ങൾക്കും തുല്യ പ്രാധാന്യം കിട്ടുന്ന സമാസമാണ് ദ്വന്ദ്വ സമാസം. ഇപ്പോൾ നമ്മൾ ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ കൈകാലുകൾ. കൈകാലുകൾ. കൈകാലുകൾ നമ്മൾ വിഗ്രഹിക്കുന്നത് കയ്യും കാലും എന്നാണ്. അച്ഛനമ്മമാർ. അച്ഛനമ്മമാർ നമ്മൾ വിഗ്രഹിക്കുന്നത് അച്ഛനും അമ്മയും എന്നിങ്ങനെയാണ്. അച്ഛനും അമ്മയും. അപ്പം ഇതിൽ കൈ, കാൽ എന്നീ രണ്ടിന് തുല്യ പ്രാധാന്യമാണുള്ളത്. അച്ഛനും അമ്മയ്ക്കും ഒരേപോലെ തുല്യ പ്രാധാന്യമുണ്ട്. അപ്പോൾ അങ്ങനെ പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും തുല്യ പ്രാധാന്യം വരുന്ന സമാസമാണ് ദ്വന്ദ്വ സമാസം. അടുത്തത് അവ്യയീഭാവ സമാസം. അവ്യയീഭാവൻ. അവ്യയീഭാവ സമാസം എന്ന് പറഞ്ഞാൽ പൂർവ്വപദത്തിന് പ്രാധാന്യമുള്ള സമാസമാണ് അവ്യയീഭാവൻ. യഥാവിധി എന്ന വാക്ക്, യഥാവിധി എന്ന വാക്ക് നമ്മൾ വിഗ്രഹിക്കുന്നത് വിധി പോലെ എന്നാണ്. വിധി പോലെ. സസ്നേഹം എന്നത് സസ്നേഹം സ്നേഹത്തോടു കൂടി എന്നാണ് വിഗ്രഹിക്കുന്നത്. സ്നേഹത്തോടു കൂടി. പ്രതിദിനം പ്രതിദിനം ദിനം തോറും എന്നാണ് വിഗ്രഹിക്കുന്നത്. അപ്പം അവ്യയീഭാവ സമാസം എന്ന് പറഞ്ഞാൽ പൂർവ്വപദത്തിന് പ്രാധാന്യമുള്ള സമാസമാണ് അവ്യയീഭാവ സമാസം. ഇപ്പം യഥാവിധി എന്ന പദം നമ്മൾ വിധി പോലെ എന്ന് വിഗ്രഹിച്ചിരിക്കുന്നത്. പൂർവ്വപദം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദം. വിധി എന്ന ഈ പൂർവ്വപദത്തിനാണ് ഈ സമാസത്തിൽ പ്രാധാന്യം. സസ്നേഹം സ്നേഹത്തോട് കൂടി എന്നാണ് വിഗ്രഹിക്കുക. സ്നേഹം എന്ന പൂർവ്വപദത്തിനാണ് പ്രാധാന്യം. പ്രതിദിനം ദിനം തോറും എന്ന് വിഗ്രഹിച്ചാൽ ദിനം എന്ന പൂർവ്വപദത്തിനാണ് പ്രാധാന്യം. പൂർവ്വപദത്തിന് പ്രാധാന്യമുള്ള സമാസമാണ് അവ്യയീഭാവ സമാസം. സമാസത്തിൽ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് പറയാൻ പോകുന്നത് ദ്വിഗു സമാസം. ദ്വിഗു സമാസം. ദ്വിഗു സമാസം എന്ന് പറഞ്ഞാൽ പൂർവ്വപദം സംഖ്യാവാചകമായിട്ട് വരുന്ന സമാസമാണ്. സംഖ്യാശബ്ദമായിട്ട് വരുന്ന സമാസമാണ് ദ്വിഗു സമാസം. അപ്പം പഞ്ചപാണ്ഡവർ എന്ന പദം, പഞ്ചപാണ്ഡവർ. പഞ്ചപാണ്ഡവർ എന്നത് നമ്മൾ വിഗ്രഹിക്കുന്നത് 5 പാണ്ഡവർ എന്നാണ്. 5 പാണ്ഡവർ. അതുപോലെ നവരസം. നവരസം എന്ന പദം നമ്മൾ വിഗ്രഹിക്കുന്നത് 9 രസം എന്നാണ്. 9 രസം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ദ്വിഗു സമാസത്തിൻ്റെ പ്രത്യേകത പൂർവ്വപദം സംഖ്യാശബ്ദമായിട്ട് വരുന്ന സമാസമാണ് ദ്വിഗു സമാസം. ഇപ്പം പഞ്ചപാണ്ഡവർ 5 എന്ന പൂർവ്വപദം വന്നിരിക്കുന്നു. 5 പാണ്ഡവർ എന്ന് നമ്മൾ വിഗ്രഹിച്ചിരിക്കുന്നു. നവരസം 9 രസം. 9 എന്ന സംഖ്യാശബ്ദം പൂർവ്വപദമായിട്ട് വന്നിരിക്കുന്നു. ഇങ്ങനെ പൂർവ്വപദം, അതായത് ആദ്യത്തെ പദം, ഘടകപദങ്ങളിൽ ആദ്യത്തെ പദം
സംഖ്യാശബ്ദമായിട്ട് വരുന്ന സമാസമാണ് ദ്വിഗു സമാസം. അപ്പോൾ സമാസം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സന്ധിയെ പറ്റിയാണ്. അപ്പോൾ സന്ധി എന്ന വാക്കിൻ്റെ അർത്ഥം ചേർച്ച എന്നാണ്. ഇപ്പോൾ അക്ഷരങ്ങൾ അല്ലെങ്കിൽ വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തിനാണ് നമ്മൾ വ്യാകരണത്തിൽ സന്ധി എന്ന് പറയുന്നത്. സന്ധി എന്ന വാക്കിൻ്റെ അർത്ഥം ചേർച്ച എന്നാണ്. അപ്പം വ്യാകരണത്തിൽ അത് അക്ഷരങ്ങളോ വർണ്ണങ്ങളോ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തിനാണ് വ്യാകരണത്തിൽ നമ്മൾ സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ മലയാളത്തിൽ സന്ധികളെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ലോപസന്ധി, ആഗമസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി എന്നിങ്ങനെ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ സന്ധിയെ 4ആയിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നു. ലോപസന്ധി, ആഗമസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി. എന്നിങ്ങനെ സന്ധിയെ 4ആയി തിരിച്ചിരിക്കുന്നു. മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ സന്ധിയെ ലോപസന്ധി, ആഗമസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി എന്നിങ്ങനെ 4ആയി തിരിച്ചിരിക്കുന്നു.